പൊക്കമുള്ള കാട്ടന്തിയുമായി അദ്ദേഹത്തിന് ഒരു കൂട്ടുകൂടിയപ്പോൾ തബലിനെ കണ്ടു എന്ന് മാത്രമല്ല, കർത്താവ് അവന്റെ കൂടെ ചെല്ലുകയാണ്. ആ വേദസ്വരപ്പെടുന്ന കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ കർത്താവ് നിന്നു. അവനെ വിളിക്കുകയാണ്, സഹായിയോട് ഇറങ്ങി വരിക. ആ ഇറക്കത്തിൽ അവൻ തീരുമാനിക്കുകയാണ്, ഞാൻ തെറ്റിയിരിക്കുന്നുണ്ട്, എന്റെ 1/4 വീതം തിരിച്ചു കൊടുക്കുകയാണ്. വീട്ടിലേക്ക് ചെല്ലുകയും താമസിക്കുകയും ചെയ്യുന്ന തമ്പുരാൻ. ഒരുപക്ഷെ വേദസ്വരപ്പെടുന്ന അവിടെയുള്ളവരൊക്കെ തിരുവരുത്തു, ഇവൻ പാവയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിച്ചുവല്ലോ എന്നാണ് ആളുകൾ പറഞ്ഞത്. നമ്മുടെ മാനദണ്ഡങ്ങളല്ല തമ്പുരാന്റെ മാനദണ്ഡം. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവ് ചിന്തിക്കുക. നമ്മുടെ കണക്കൂട്ടലുകളല്ല. 99 ഉള്ളപ്പോൾ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ നമ്മളിതൊരു പ്രയാസമായിട്ടേ കാണുകയില്ല. കാരണം കൂടുതൽ എണ്ണം നമ്മുടെ കയ്യിലിരിക്കുക. പക്ഷേ കർത്താവിന്റെ മാത്തമാറ്റിക്സ് കണക്കെന്ന് പറയുന്നത് എന്താണ്? 99 കൂടുതലുള്ളതിനെ കുറിച്ചല്ല, ഒന്ന് നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള അവകാശിയാണ്. കർത്താവിന്റെ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം, 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം. അതൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്നതാണ്. ഇവിടെ പൊക്കമുള്ള കാട്ടന്തിയുമായി കൂട്ടുകൂടി